ചേച്ചി അതിന്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ആ സമയം കൊണ്ട് നമുക്ക് ദേവിയേട്ടൻ ഇവിടെ 2 കുഞ്ഞിയ പറമ്പുകളുണ്ട്. അതുകൊണ്ട് കണ്ടിട്ട് അവിടെ വല്ല പച്ചക്കറി ഇല്ല. പച്ചക്കറി ഇല്ല, കൂടുതൽ ഫ്രൂട്ട്സ് ആണ്. ജാതി, കവുങ്ങ്, അത് ശരി. പിന്നെ അവക്കാടോ. അവക്കാടോ ഒക്കെ ഉണ്ട് അല്ലേ? അവക്കാടോ തയ്യാ ഞാൻ പറയാൻ പറഞ്ഞു. അത് ഇതല്ലേ അവക്കാടോ തൈണ്ട്. അത് നല്ല വലിപ്പം കയ്യിലോ അവിടെ പറമ്പിട്ടത് കാണുന്നത്. അതിന് പറ്റിയ അവിടെ ഉള്ളൂ. ഈ വല്ലച്ചിറ എന്ന് പറഞ്ഞതേ ഒരു നാട്ടുഗ്രാമമാണ്. ഒരിക്കലും എല്ലാവരും പരിഷ്കാരികളും കൂടിയിട്ടാണ്. പക്ഷെ ആ പണ്ടത്തെ ആ ഗ്രാമീണത്തില് അത് വിട്ടുപോരാ അവർ സമ്മതിക്കില്ല. ഇതാണ് ഇതാണ് രവിയേട്ടൻ്റെ അടുത്ത സ്ഥലം. 9 സെന്റ് സ്ഥലം കേട്ടാ. ഇതിൽ കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇതിൽ വെള്ളമുണ്ട്. 20 ജാതി ഉണ്ട്. 20 ജാതി. മെയിനായിട്ട് ജാതി ഈ സൈസ് നന്നായിട്ടുണ്ടാവും. നല്ല വലിയ കായാണല്ലോ. എല്ലാത്തിനും ഉള്ളതാണ്. ഇപ്പോൾ ഒരാൾ വാങ്ങിച്ചാൽ തന്നെ സെന്ററിൽ ഒരു വീട് വെച്ചാലും ഒരു 10 എണ്ണം ഇതിലുണ്ടാവും. ഇവിടെ ഉണ്ടാവും ജാതി. എന്നാലും ബാക്കിയുണ്ടാവും. ഈ സ്ഥലം ആള് ഇത് കൊടുക്കാനുള്ളത്. ഇത് കൊടുക്കാൻ പോവാന്ന് വേണമെങ്കിൽ ആവശ്യമുള്ളവർ വേണമെങ്കിൽ പറഞ്ഞോട്ടെ. ഇതിന്റെ നടുവിലേ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചില്ലേ, ഇതിൽ നിറച്ച ചേനയാ. അതെ, ഈ നടുവിലൊരു വീട് പണിത് കഴിഞ്ഞാൽ ചുറ്റും ജാതിയാണ്. കേപ്പളോടത്തെ കാള് ചേനയും ചേമ്പൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ വലിയ നമ്മൾ മഴ പെയ്യുമ്പോഴാണ് ഒരു പൂന്തി വരാം. മഴ പെയ്തോടനെ വരും. വരും. അപ്പേ ഈ സ്ഥലം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ദേവേണ്ട ഫോൺ നമ്പറോട് കണ്ട വേണമെങ്കിൽ വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സമചതുരാണ്. വല്ലച്ചിറ എന്ന് പറഞ്ഞ ഗ്രാമമാണ് ഇട്ടത്. ആയുർവേദ ആശുപത്രിയുടെ അടുത്ത് വന്ന് ചോദിച്ചാണ്. അപ്പൊ നീ അടുത്ത സ്ഥലത്തേക്ക് പോവാ. ഇതിൽ ജാതി മാത്രം. നീ ഇവിടുത്തെ സ്ഥലത്തേക്ക് ഇവിടെ തന്നെ ദേവിയേട്ടന് 1 ഏക്കർ നെൽകൃഷി ഇട്ടാ. 1 ഏക്കറല്ലേ? ശ്രീകുമാറിന്റെ നെൽകൃഷിയുടെ അടുത്ത് തന്നെ. അങ്ങോട്ട് നമ്മൾ പോണില്ല കേട്ടാ. വരമ്പത്ത് പയറും ഒന്നും വേസ്റ്റ് കണ്ടില്ല. അവിടെ ഒക്കെ വരമ്പത്ത് പയറും ഒക്കെ നട്ടിട്ടുണ്ട് സൈഡിൽ. നമ്മൾ അങ്ങോട്ട് പോണില്ലേ, വെയിലാണ് അവിടെ. 5 സെന്റിൽ 50 ടൈപ്പ് സാധനം. 5 സെന്റിൽ 50 ടൈപ്പ് ഫ്രൂട്ട്സിലാണ് കൂടുതൽ. പിന്നെ ജാതിയുടെ തൊട്ട് തന്നെ കവുങ്ങ് വെച്ചിട്ടുണ്ട്. കവുങ്ങുമ്മ കുരുമുളക് ഉണ്ട്. അതായത് ഇത് അടക്കിണ്ടാവും, കുരുമുളക് ഉണ്ടാവും, ജാതി ഉണ്ടാവും. ഒരു കുഴപ്പമില്ല എന്നാണ് ഇത്. കവുങ്ങ് ശരിക്കും കവുങ്ങ് പോലെ സാധനം. ഇതെന്തൊരു ഗുണം അതിന്റെ പ്രോട്ടീനുള്ള കായ. ഇത് ലേശം മധുരമുള്ള രൂപിക്കുക. ഇത് മധുരമുള്ള രൂപിക്കുക. ജാതിക്ക് ഉണ്ടായി കൊടുത്താൽ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. കണ്ടാ കൊലയായിട്ടാണ് ഉണ്ടായി കൊടുത്തത്. കണ്ടാ അല്ല കളം കൊടുത്ത കായ. ഇത് എന്നിട്ട് റംബൂട്ടാൻ. അവക്കാടോ. ഇത് മിണ്ടായ ഇതുണ്ടായില്ല. 8-10 വർഷമാണെന്ന് തോന്നുന്നു. ഇത് യെല്ലോ റംബൂട്ടാണ്. ഇതില്ലേ പിടിച്ചിട്ട് ഈ ഉണങ്ങി ഞാൻ പിടിച്ചിട്ടേ ഇതിന്റെ മുകളിലേക്ക് നോക്കാം. ഇത് കാലെന്ന്. ഇത് വിയറ്റ്നാം. റെഡ്. ഇത് വിയറ്റ്നാം. ഇത് ഈ പ്രാവശ്യം പഴുത്ത എല്ലാം കഴിഞ്ഞു. ഇത് മറ്റേ ചക്കിണ്ടാലും കഴിഞ്ഞു. ഈ അറ്റം വരെ ചക്കുണ്ടാവും. അയ്യോ, ഇതേ പൊട്ടിച്ചതിന്റെ പാടുകളുണ്ട്. ഇതൊക്കെ പൊട്ടി നല്ല ടേസ്റ്റ് ചക്ക. ഇത് അബിയു പൂവിടാറായിട്ടില്ല. നമ്മുടെ വീട്ടിൽ പൂവിട്ടിട്ട് കൊഴിഞ്ഞു. പൂവിട്ട് കൊഴിഞ്ഞു. ഒരു കൊല്ലം കൂടി നോക്കണം. ഈ അമ്പഴങ്ങ അച്ചാറിനൊക്കെ ബെസ്റ്റ് സാധനം. അമ്പഴങ്ങ. ഈ സാധനം ഇത് അവക്കാടോ. 2-3 ടൈപ്പ് അവക്കാടോ ഉണ്ട്. ഇത് മിണ്ടായ ഇല്ല. ഞാനിപ്പോ ഉണ്ടാവാൻ പറ്റും. മോതിര വളയൊക്കെ ഇട്ട് എടുത്ത് വെച്ചു. ഇത് മറ്റേ ഇത് ഈ സീതപ്പഴത്തിന്റെ ഈ പറമ്പില് പിന്നെ അപ്പുറത്ത് പേര. അതായത് 5 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഫുള്ള് തന്നെയാണ്. 50 ഐറ്റങ്ങൾ ഉണ്ടാവും ഇതിനകത്ത്. വെറുതെ അവാർഡ് കിട്ടിയത്. അപ്പൊ ഇനി നമുക്കിനി കോഴി 75ലേക്ക് പോവാം. രവിയേട്ടൻ നമ്മുടെ ചിക്കൻ, അതായത് ഗിരിരാജ് ചിക്കനെ കഷ്ണങ്ങളാക്കിയിട്ടാണ്. അതിലേക്ക് അതിനെ കുറച്ച് ചേരുവകൾ ചേർക്കും. അതിലെന്താ ചെയ്യാൻ? ഉപ്പിടണു. ആവശ്യമായിട്ട് ഉപ്പിട്ടു. മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ.
ആ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്മി വയ്ക്കില്ല. ആ കുറച്ച് മുളക് പൊടി ചേർക്കണം, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് ഏകദേശം ഒരു 3 കിലോ തൂക്കണ്ട കേട്ടാ ഇറച്ചി. ഇതാ കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇടണം, 2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി എന്ത് ചെയ്യണം? വെളിച്ചെണ്ണ ലേശം ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കിട്ടാ. ആ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ. ആ കുറച്ച് വേപ്പില ഇടുന്നുണ്ട് കേട്ടാ. ഒരു മിനിറ്റ്, കുറച്ച് വേപ്പില, കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടാ. 2 പച്ചമുളകും അരിഞ്ഞ് കിട്ടുന്നു. കൈ കൊണ്ട് തിരുമണില്ല കേട്ടാ. കൈ കൊണ്ട് തിരുമണമെങ്കിൽ തിരുമാം. ചെറുനാരങ്ങ നീര് ഒഴിക്കില്ല അല്ലേ? നാടനായോട് ഒഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. വേണമെങ്കിൽ ചെറുനാരങ്ങ നീര് എഴുതാം. കാരണം ഈ കോഴിക്ക് ബലം ഉണ്ടാവില്ല. ഇത് ഗൾഫിലൊക്കെ വയ്ക്കാറുണ്ടോ? ഓ, ഗൾഫുകാർ ഒരു ഇതൊക്കെ നല്ല പാചക പ്രേമികളല്ലേ. തന്നെത്താൻ വെച്ച് കഴിക്കേണ്ട കാരണം ഈ പാചകം ഓവറായിട്ടായി ഇളക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ നീര് പിഴിയാം. ഇളക്കും. ചെറുനാരങ്ങ നീര് ഇല്ലെങ്കിൽ ചൊറുക്കയിലും മതിയില്ലേ? വിനാഗിരി കുഴപ്പമില്ല. നന്നായി. ഇനി അടുത്ത പരിപാടി എന്നിട്ടാ? അടുത്ത് നമുക്കിത് ഈ ഉള്ളിയിട്ടിരുന്ന് വഴട്ടി എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിനെ മാറ്റി വയ്ക്കാം. അത് മാറ്റിക്കാം. ഇത് മാറ്റി വയ്ക്കണം കേട്ടാ. ഇനി നമുക്ക് ഉരുളിയടപ്പത്ത് വയ്ക്കാം. തീ കത്തിച്ചു, ഉരുളിയടപ്പത്ത് വെച്ചു. ചൂടായി തുടങ്ങി. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണോ? നമ്മൾ ധൈര്യമായിട്ട് ഒഴിക്കാം നമ്മുടെ വെളിച്ചെണ്ണ. ഇനി ഇത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ സവോള ചേർക്കും. 5 പീസ് ഉണ്ടാവും ചെറുത്. ആ ഒരു 5 ചെറിയ സവോളകൾ അരിഞ്ഞത് ഇടണം കേട്ടോ. അതിലേക്ക് കിടക്കണം. ഇനി ചെയ്യാൻ പോണത് നാളികേരം കൊത്തും. നാളികേരം ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ഇട്ടിട്ടുണ്ട്. അത് ഇരിക്കിടാൻ പോകണല്ലേ? ആദ്യം നാളികേരം. ആ കേട്ടോ, ഇങ്ങനെ നാളികേരം കൊത്ത് ഈ സവോള ഇതിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം. ഇതൊക്കെ നാളികേരം വേവുള്ള. ആ വേപ്പിലയുടെ ഇടയിൽ ഇടുന്ന വേപ്പില വീടുണ്ട് കേട്ടോ. കാര്യമൊക്കെ ഉണ്ടാ. ഇതിലേ ഇഞ്ചി ഇടുന്നുണ്ട് അതിൻ്റെ ഒപ്പം. ഇഞ്ചി നീളത്തിലരിഞ്ഞ് ഇഞ്ചി ഇടുന്നുണ്ട്. ഇതൊന്ന് പെട്ടെന്ന് പാടാനായിട്ട് ഇത്തിരി ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ആ മതി. ഇതിലേ പച്ചമുളക് നമ്മളിടുന്നുണ്ട് കേട്ടോ. കേട്ടോ, പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ടുകൊണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി, സവാള, നാളികേരം, പച്ചമുളക്, വെളിച്ചെണ്ണ, ഉപ്പ്. വേപ്പില ഇടണ്ട. വേപ്പില കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. വെളുത്തുള്ളി ഇടാം. ആ ഇതിലേക്ക് ഇനി അടുത്തത് ഇടാൻ പോണത് വെളുത്തുള്ളി ഇതിങ്ങനെ അരിഞ്ഞത് ഇതായിടണം കേട്ടോ. വെളുത്തുള്ളി അരിഞ്ഞിടണം. ചതച്ച ചേർക്കണ്ടല്ലേ? ആളെ കയ്യിൽ ഒട്ടകപക്ഷിയുടെ മുട്ടയ്ക്കുണ്ട്. ഒട്ടകപക്ഷിയുടെ മുട്ടയമ്മ ഒരു കലാവിരുദ്ധത നടത്തിയിട്ട് അതും പിന്നെ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ള അതൊന്നും എടുത്തോണ്ടെന്ന് വെച്ചാൽ ആളുകൾ കാണട്ടെ. ഇതിലേ ചേച്ചി പറയുന്നത് ഇതിൽ വേപ്പില ഇടാമെന്നാണ് പറയുന്നത് കേട്ടോ. കറിവേപ്പില ഇടാം. ഇതൊരു ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. ഉള്ളിലുള്ളതൊക്കെ നമ്മൾ ഇത് അടിച്ചു. തൊണ്ടാണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ കുളത്ത്. ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നതാ? ഇത് എത്ര കൊല്ലം പഴക്കമുള്ള ഒട്ടകപക്ഷിയുടെ മുട്ടയാണ്? ഇത് ഇപ്പോൾ 5-8 കൊല്ലം. 5-8 കൊല്ലം പഴക്കമാണ്. ഇത്രയ്ക്ക് വലിപ്പമാണ് ഒട്ടകപക്ഷിയുടെ മുട്ട അല്ലേ? വലിപ്പം കറക്റ്റ് നോക്കിക്കോ. ഇത് ഇന്ത്യൻ മണി 1000 രൂപയാവും. ഇതിന് 1000 രൂപ കോഴിമുട്ടയാണ്. അല്ല, ഒട്ടകപക്ഷിയുടെ മുട്ടയാണ് ഇത്. ഇതേ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ സാക്ഷ്യപത്രം 2024 കർഷകത്തിൽ സമ്മിശ്ര കൃഷിക്കാരനായി തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ അവാർഡാണിത്. പിന്നെ MLA ഒക്കെ ആയിട്ടുള്ള നമ്മുടെ പ്രസിഡന്റ്. ആ പിന്നെ ഇതെന്നിട്ടാ? ഇത് അതിൻ്റെ ആദരണീയം ഈ വർഷം കർഷക അവാർഡ് ജേതാവ്. അങ്ങനെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. നമ്മളത് ഇതൊക്കെ ഈ സബോളയൊക്കെ വാടി മറ്റേ എല്ലാ ഈ ഇഞ്ചി പച്ചമുളകൊക്കെ വാടി കഴിഞ്ഞപ്പോൾ ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഇടാൻ പോണം. മല്ലിപ്പൊടി നിറച്ചിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ ഇട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ കോഴി വലിയ കോഴിയാണ്. ഇതേ 4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. തീയൊന്ന് കുറച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ഇതേ മുളക് പൊടി ഇടാൻ പോണത്. മുളക് പൊടി 1 2 ടീസ്പൂൺ 2 വലിയ ടീസ്പൂൺ മുളക് പൊടി ഇട്ടു കേട്ടോ. ഇനി അടുത്ത് ഇടാൻ പോണത് മസാലപ്പൊടി ഇടുന്നു.
1 ചെറിയ ടീസ്പൂൺ ഇട്ടാ. ചെറിയ ടീസ്പൂണാണ്. ഏലക്ക ഇതേ നോക്കിയേ, ഇതൊക്കെ മൂത്തു. അല്ല ഇതെല്ലാം മൂത്തത് കേട്ടോ, അത് മൂത്തു. മസാല മൂത്തായിരിക്കും. ചിക്കൻ ഇടുന്നു കേട്ടോ. ഞാളക്ക സൈഡിൽ നിന്ന് ഇളകാണ്ട് ഇളക്കാം. നല്ലോണം മിക്സിങ് ഇതായി കഴിഞ്ഞാൽ തീ കൂട്ടാം. കുറച്ച് കുരുമുളക് പൊടി ഉണ്ട് കേട്ടോ ഇനി മീത. ഒരു 2.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നമ്മളിതിരിക്കേ വെള്ളം ഒഴിക്കില്ലേ, ചേച്ചി പറയുന്നത് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഇതിൻ്റെ മീത ഒഴിക്കും, എന്നിട്ട് മൂടിയിട്ടിട്ട് വേവിക്കും എന്നാണ് പറയുന്നത്. കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിക്കണം കേട്ടോ. മതിയല്ലേ? മിക്സിങ് ആവട്ടെ. നന്നായി മിക്സ് ചെയ്തിട്ടാ. അത് കോഴിയിൽ നന്നായി നെയ്യ് ഉള്ള ടൈപ്പാണ്. ഈ കോഴി നമുക്ക് ബ്രോയിലർ സാധനങ്ങളൊന്നും ഇങ്ങനെ വെക്കില്ല കേട്ടാ. നമ്മൾ തീ കൂട്ടണം. റെഡ് ലേഡി എവിടെന്നാ? വെയിറ്റ് നോക്കും. എന്തൊരു വലിയ ഇത് എവിടെന്നാ? കൃഷിഭവൻ്റെ അവിടെ. നിങ്ങൾക്ക് കൃഷിഭവൻ്റെ അവിടെ റെഡ് ലേഡി ഇട്ടില്ലേ? കളർ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് തളലിക്ക് വന്നിട്ടുണ്ട് കേട്ടാ. രവിയേട്ടൻ അവിടെ ഉള്ളിയരിയ. ആഹാ, ഒരു തുണ്ട് വെള്ളം ഒഴിക്കാണ്ട് അതിൽ വെള്ളം ആയി. മൂടി വെച്ച് വേവിലേക്ക് പോട്ടെ. നമ്മളിത് ഇറച്ചി വെച്ചിട്ട് ഇപ്പോൾ ഒരു 10-27 മിനിറ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ആഹാ നെയ്യൊക്കെ ശരിക്കും വരുന്നു. അപ്പോൾ ഇതിലേക്ക് തക്കാളി ഉണ്ടല്ലേ? ഇതേ തക്കാളി ഇരുന്നു കേട്ടോ. ഒരു 3 തക്കാളി ഉണ്ടല്ലേ ചെരിഞ്ഞ. അങ്ങനെ ഇളക്കിയിടാ. ഇറച്ചിയുടെ നെയ്യൊക്കെ ശരിക്കും ഇങ്ങോട്ട് ഇളകി കണ്ട. നമ്മൾ തുണ്ട് വെള്ളം ഒഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നേരിയ തീ മതിയിട്ടാ. അങ്ങനെ ഇടുന്നത് വേവട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിലേക്ക് ഒന്ന് അമരേ. ഇനി തക്കാളി ഇട്ട് വരാൻ കുറച്ച് പേരാ. ശ്രീമാർ നാടൻ കോഴിയുടെ മണം അവിടുന്ന് ആളുടെ വീട്ടിൽ നിന്ന് കേട്ടിട്ട് ഇങ്ങോട്ട് വന്നു. 75 വേവിലേക്ക് കടന്നു തുടങ്ങിയിട്ടുണ്ടെന്നുണ്ട്. എല്ലിമൊന്നും വിടും, എന്നാലേ ശരിക്കാവുള്ളൂ. ഒന്ന് നോക്കട്ടെ കേട്ടാ. ആഹാ തള്ളച്ച് നിൽക്കണം നോക്കിയേ. നമുക്ക് ഇത് ഇറക്കാമല്ലോ. അപ്പോൾ ഇറക്കി വെച്ച് നമുക്ക് ഇറക്കി വെക്കണം കേട്ടാ. ഉള്ളി കാച്ചിട്ട് കഴിഞ്ഞാൽ ഇതിനെ ഇറക്കി വെക്കണം കേട്ടാ. തീ കുറവല്ലേ? തീ കുറവ് വെച്ചാൽ നമ്മുടെ ഇത്തിരി മസാലപ്പൊടി ഉണ്ട് കേട്ടാ. കാരണം മസാലപ്പൊടി ഇത്തിരി കുറവാട്ടോ. നമ്മൾ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ടോ, ഒരു സ്വല്പം ഇട്ടോ. ഇനി ഇതിൽ കുറച്ച് ഉള്ളി ഇടുകയാണ് കേട്ടോ. ഉള്ളി അരിഞ്ഞ് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളിയാണ് കാച്ചണത്. നമ്മുടെ ഈ കയ്യിലുണ്ടാക്കുന്ന കാരണമാണ്. കുറച്ച് വേപ്പിലിരുന്നു. എനിക്ക് നമ്മുടെ ഉള്ളി മൂത്തൂട്ടാ. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങോട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഇരിക്കറിയാം. എന്നിട്ട് ആകെ ഒന്ന് ഇളക്കിയോളൂ. ജസ്റ്റായിട്ട് ഇളക്കിയോളൂ. ഇനി നമ്മളിത് നന്നായി ഇളക്കണം. മിക്സായി ഓക്കെ. സവാള അങ്ങനെ കുറേ അരിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് പരിപാടിയാ. ഇതിൻ്റെ മോടിയോടെ വിതറണം. ഇനിയിപ്പോൾ എടുക്കാൻ നേരത്തെ ഒരു ഒറ്റത്തിനായി നിങ്ങൾ കട്ട് ചെയ്തെടുത്തതാണ്. വേപ്പില വിതറോ ഇനി മീത? ഇല്ല. അങ്ങനെ രവിയേണ്ട ചിക്കൻ 75 റെഡി ആയിട്ടാ. അപ്പോൾ നമ്മൾ തുടങ്ങാണ് കേട്ടോ. നമ്മുടെ ഇത് എടുക്കുകയാണ്. ഇവിടെ നിന്നിട്ട് തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 75 ചിക്കൻ 75 ചേച്ചിക്ക് ആദ്യം കൊടുത്തോ? എടുക്കോ. ടേസ്റ്റ് തന്നെ നമുക്കത് അത്രയും ടേസ്റ്റാ. ഇതിൻ്റെ ആ നെയ്യ് ഉണ്ട് നോക്കിയേ. അതിന് ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. ദേവേട്ടൻ ശ്രീകുമാറിന് മണം തന്നെ നമുക്ക് ഓക്കെ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇനി അടുത്ത പ്രാവശ്യം കുറവുകൾ പരിഹരിക്കുക അല്ലേ?
കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഫീല്. സൂപ്പർ. ഇതിനാ തേങ്ങാപ്പൂള് കഴിച്ചു നോക്കി. പുതിയ ഐറ്റംസ് ചിക്കൻ 75 സൂപ്പർ സൂപ്പർ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. അടിപൊളി അടിപൊളി. തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ നാളെ മൊത്തമാക്കിട്ടേ ചപ്പാത്തിയാണ് വേണ്ടത്. ബ്രോയിലർ ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല കേട്ടാ. ഷാപ്പ് കറിയെന്ന് പറയാം അല്ലേ? ഷാപ്പ് കറിയൊക്കെ പിന്നെ പോയിരിക്കണം. അത് എരിവിന് വേണ്ടി കുറെ സാധനങ്ങളുണ്ട്. മുളക് പൊടിയും കുറെ മസാലപ്പൊടിയും നാച്ചുറൽ സാധനം. ഇതിൻ്റെ അടുത്ത് ഷാപ്പ് കറിയൊന്നും ഒന്നുമില്ല. മുട്ടണ്ട കേട്ടാ. അപ്പം ഇങ്ങനത്തെ കോഴി വാങ്ങിച്ചിട്ടുണ്ട് ചെയ്തോളാം. ഇവിടെ കേട്ടോ അടിപൊളി കേട്ടോ. ഇതിങ്ങനെയുണ്ട് ഉരുളിമേ ചൂടാക്കി എത്ര ദിവസം വേണ്ടിയിരിക്കും. ഫ്രിഡ്ജിലൊന്നും വേണ്ടത്. അപ്പോൾ അടിപൊളി. അപ്പോൾ നമുക്കിത് നിർത്താം. അടിപൊളി. നമ്മൾ ചോറുണ്ടു, സാമ്പാർ, ഇവിടുത്തെ നാടൻ പയർ, പിന്നെ മാങ്ങേര അച്ചാറ്, ഈ ഇഞ്ചമ്പൊടി, പപ്പടം, പിന്നെ ഈ കോഴിക്കൂട്ടാൻ എല്ലാം കൂടി ചോറുണ്ട്. തൃപ്തിയായി. വാഴലയിൽ കുത്തരി ചോറ്. ഇനി ഞങ്ങൾ പോവാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. രവിയേണ്ട റെസിപ്പികൾ, രവിയേണ്ട സ്ഥലം അത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അത് വല്ലൊരു ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നമ്പർ രവിയേണ്ട കൊടുക്കാം. നിങ്ങൾ വിളിച്ചാൽ മതി ആൾക്കാണെങ്കിൽ. അപ്പോൾ പിന്നെ അങ്ങനെ സന്തോഷം. ഇനി രവിയേണ്ട റെസിപ്പികൾ ഇനി നമ്മൾ വല്ലപ്പോഴൊക്കെ വരാം. ഇനിയും ഈ വല്ലച്ചാറയിൽ കുറേ കൃഷിക്കാരുണ്ട്, കുറേ പാചക വിദഗ്ധന്മാരും ഉണ്ട്. അപ്പോൾ നിർത്താടാ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലാണ് വരെ. നന്ദി, നമസ്കാരം.